ക്യാപ്സിക്കം ഗ്രീൻ പീസ് പുലാവ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിൽ ചിരകിയ തേങ്ങയും കുരുമുളകും ജീരകവും ചുവന്ന മുളകും കടുകും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊട്ടുകടല, ഉഴുന്നുപരിപ്പ് എന്നിവയിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കാം. എന്നിട്ടിനി ക്യാപ്സിക്കം ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് നിലക്കടലയും ഒരു നുള്ളുപ്പും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇത് പാകം ചെയ്യണം. അതും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പാകം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് പാകം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായി പാകം ചെയ്ത് എടുത്ത് കഴിഞ്ഞു. നമ്മുടെ ക്യാപ്സിക്കം ഗ്രീൻ പീസ് പുലാവ് ഇവിടെ തയ്യാറാണ്. ഇനി ഒരു ബൗളിൽ പാകം ചെയ്ത റൈസും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അല്പം മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഗ്രീൻ പീസ് പുലാവ് ഇവിടെ തയ്യാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്. പുലാവ് ഇഷ്ടമുള്ളവർ ഈ ഒരു ക്യാപ്സിക്കം ഗ്രീൻ പീസ് പുലാവ് ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.